നമസ്കാരം. തടവ് പുള്ളികളുടെ കൂലി വർധനവാണ് ഇപ്പോൾ ഏറ്റവും വലിയ വിവാദമായിരിക്കുന്നത്. സാമൂഹ്യ നിരീക്ഷകരും മറ്റു രാഷ്ട്രീയ കക്ഷികളും പൊതുജനവും എല്ലാം തന്നെ പറയുന്നത് തടവ് പുള്ളികളുടെ കൂലി വർദ്ധിപ്പിച്ചത് ശരിയായില്ല എന്നാണ്. അവർ എല്ലാവരും തന്നെ അസംതൃപ്തരുമാണ് ഇക്കാര്യത്തിൽ. അവർക്ക് അവരുടേതായ ന്യായീകരണങ്ങളുമുണ്ട്. അത് ശരിയാണ് താനും. ആശാ വർക്കർമാരുടെ ഓണറേറിയം 100 രൂപ മാത്രമേ വർദ്ധിപ്പിച്ചുള്ളൂ. ദീർഘകാലം പ്രതിഷേധവും സമരവും ഒക്കെ ചെയ്തിട്ടും അത്രയേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ തൊഴിലുറപ്പുകാരുടെ കൂലി വർദ്ധിപ്പിച്ചിട്ടില്ല, അത്ര തന്നെയുള്ളൂ. അതിനേക്കാൾ തടവ് പുള്ളികളെക്കാളും കുറവേ ഉള്ളൂ. പിന്നീട് നമുക്ക് തന്നെ അറിയാം, ഈ CBSE അൺഎയ്ഡഡ് മേഖലയിലുള്ള അനധ്യാപകരുടെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളുടെ ഒക്കെ തന്നെ, നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഒക്കെ തന്നെ കൂലി വളരെ കുറവ് തന്നെയാണ്. ഹൈക്കോടതി എന്തോ പറഞ്ഞിട്ടുണ്ട്. അതും അവരൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് അവിടുത്തെ അഡ്മിനിസ്ട്രേഷനൊക്കെ നടക്കുന്നത്. ആദ്യം ചെക്ക് കൊടുക്കുകയായിരുന്നു. ഇപ്പോൾ ചെക്ക് പാടില്ല, ബാങ്കിൽ തന്നെ കാശ് ഇടണം. എന്നിട്ട് ATM വഴി അവർക്ക് വിഡ്രോ ചെയ്യാം, ATM കാർഡ് വഴി അവർ ഉപയോഗിച്ച് വിഡ്രോ ചെയ്യാം എന്നൊക്കെയാണ് ആക്കുന്നത്. പക്ഷെ അത് വിഡ്രോ ചെയ്ത കാശ് അങ്ങനെ തന്നെ മാനേജ്മെൻറ്റിൻ്റെ കയ്യിൽ പിന്നീട് കൊണ്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അധ്യാപകർ. അങ്ങനെ ഭയങ്കര കള്ളക്കളികളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിയായൊരു വേതനം ഒന്നും അവിടെ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല. താല്പര്യമുള്ളവർക്ക് ഒരു വിദ്യാഭ്യാസ യോഗ്യതയുടെ മാനദണ്ഡത്തിലൊന്നല്ല, ഡിമാൻഡ് അനുസരിച്ചിട്ട്. ഇപ്പോൾ ഫിസിക്സ് ടീച്ചർക്ക് ഡിമാൻഡ് കൂടുതലെങ്കിൽ ടീച്ചർക്ക് ശമ്പളം കൂടുതൽ, ഇംഗ്ലീഷ് ടീച്ചർക്ക് ഡിമാൻഡ് കൂടുതലാണ്, സ്കേഴ്സിറ്റി ഉണ്ട്. അത്തരം ടീച്ചേഴ്സിന് വെച്ചാൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് കൂടുതൽ ശമ്പളം. ടീച്ചർ ഏത് ടീച്ചറാണ് ഡിമാൻഡ് കൂടുതൽ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളത്, ആ ടീച്ചറുടെ അവിടെ ആവശ്യമുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷന് ആവശ്യമുണ്ട് വെച്ചെങ്കിൽ അവർക്ക് കൂടുതൽ ശമ്പളം. അല്ലാണ്ട് ഒരു യൂണിഫോം മാനദണ്ഡമൊന്നും അവിടെ ഇല്ല. അതൊരു ബിസിനസ് സ്ഥാപനത്തിലൊക്കെ എങ്ങനെയാണ് ശമ്പളം കൊടുക്കുന്നത് അതുപോലെ തന്നെയാണ് വിദ്യാലയത്തിലും ശമ്പളം കൊടുക്കുന്നത് ഇവിടെയൊക്കെ തന്നെ. അതെനിക്ക് കൃത്യമായിട്ട് അറിയുകയും ചെയ്യാം. അപ്പോൾ അത്തരം ന്യായീകരണങ്ങളൊക്കെ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് തടവ് പുള്ളികൾക്ക് ശമ്പളം വർദ്ധിപ്പിച്ചത് ശരിയായില്ല എന്ന് ഇവരെല്ലാവരും പറയുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം തടവ് പുള്ളികൾക്ക് കൂലി വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അത് കാരണം അതൊരു ഇഗാലിറ്റേറിയൻ സമൂഹത്തിലേക്കുള്ളൊരു ചുവടുവെപ്പായിട്ട് കൃത്യമായ ദിശയിലൂടെയാണ് നമ്മൾ പോകുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഇത്തരം നേരത്തെ പറഞ്ഞ മേഖലയിലുള്ള എല്ലാവർക്കും കൂലി വർധനവ് ഉണ്ടായിരിക്കേണ്ടതാണ്. ഇവിടെ ഒരു തൊഴിൽ മന്ത്രി ഉണ്ടായിട്ട് ഇത്രയും കാലം ഈ അസംഘടിത മേഖലയിലുള്ള സ്ത്രീകളുടെ അല്ലെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്ത്രീ ആവട്ടെ പുരുഷന്മാരാവട്ടെ അവരുടെ വേതനത്തിലെ ഒരു മിനിമം വേജ് എന്നുള്ള സംഗതി ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല. ഒക്കെ കടലാസിലുണ്ടാവും, പക്ഷെ അതൊന്നും പ്രാബല്യത്തിൽ അത് പ്രാവർത്തികമാക്കുന്നില്ല. അതിന് കൃത്യമായൊരു സ്ക്രൂട്ടിനി ഒന്നും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ലേബർ കോർട്ടിൽ പോയാലും ഓരോരോ കാരണങ്ങൾ പറഞ്ഞ് ഈ നിയമത്തിൻ്റെ നൂലാമാലകൾ പേടിച്ചിട്ട് ആരും തന്നെ അവിടേക്ക് പോകുന്നുമില്ല. അപ്പോൾ ഒരു ഇടതുപക്ഷം അല്ലെങ്കിൽ ഒരു തൊഴിലാളി പ്രസ്ഥാനം ഭരിച്ചിട്ടും തൊഴിൽ നീതിയൊന്നും കാര്യമായിട്ട് ഉറപ്പുവരുത്തിയിട്ടില്ല. ശമ്പളവും വേജസും ഉറപ്പുവരുത്തിയിട്ടില്ല. ഈ കെട്ടിട നിർമ്മാണം അവർക്കുണ്ട്, നല്ല കൂലിയുണ്ട്. മറ്റേ ഏത് പണിയാണ് ഈ കൂലീസ് ഉണ്ടല്ലോ, അവരുടെയൊക്കെ വേജസൊക്കെ കൃത്യമായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ അസംഘടിത മേഖലയിലുള്ള ആൾക്കാർക്കൊന്നും ഒരു മിനിമം വേജ് ഇപ്പോഴും ആയിട്ടില്ല. അപ്പോൾ അതും കൂടിയും ഒരു ഇഗാലിറ്റേറിയൻ സമൂഹത്തിന് യോജിച്ച രീതിയിലാണെങ്കിൽ തടവ് പുള്ളികളുടെ കൂലിയും വർദ്ധിപ്പിക്കുന്നതിൽ യാതൊരു വക തെറ്റുമില്ല, ശരി തന്നെയാണ്.
ഇവർക്കൊന്നും വർദ്ധിപ്പിച്ചിട്ടില്ലാത്തത് കൊണ്ട് തടവ് പുള്ളികൾക്ക് വർദ്ധിപ്പിക്കുന്നില്ല എന്നാണ് ന്യായാധിപന്മാർ പോലും പറയുന്നത്. അത് എന്തൊരു ശുദ്ധ ഭോഷ്കാണ്. ഇവരുടെയും വർദ്ധിപ്പിക്കണം, തടവ് പുള്ളികളുടെയും വർദ്ധിപ്പിക്കണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം അവരുടെ മനുഷ്യാവകാശങ്ങളും കുറ്റം ചെയ്തു എന്നതുകൊണ്ട് തന്നെ അവരുടെ അവകാശങ്ങളും പ്രധാനപ്പെട്ടത് തന്നെയാണ്. അതൊന്നും ലംഘിക്കപ്പെടാനുള്ളതൊന്നല്ല. പൈസ കൊടുക്കാണ്ട് പണിയെടുപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ചൂഷണത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ പഴയ പോലെ ഇന്നലെ തൊഴിൽ ജയിൽ ഒക്കെ ഇപ്പോൾ ഒരുപാട് വ്യവസായങ്ങൾ ജയിൽ തൊഴിലാളികളെ ഉപയോഗിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഒരുപാട് ഭക്ഷണ വസ്തുക്കൾ ഉണ്ടാക്കുന്നുണ്ട്. ചപ്പാത്തി അങ്ങനത്തെ ഒരുപാട് വീവ് ചെയ്യുന്നുണ്ട് വസ്ത്രം. അങ്ങനെ ഒരു ബ്രാൻഡ് തന്നെ ഉണ്ട് തോന്നുന്നുണ്ട്. ഇത് ഫ്രീഡം എന്തോ പറഞ്ഞിട്ട് ബ്രാൻഡ് തന്നെ ഉണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ അവരുടെ. അപ്പോൾ അവരൊക്കെ ചിലർക്കൊന്നും കൂലി കൊടുക്കില്ല, ചിലർക്കൊക്കെ കൂലി വളരെ നിസ്സാരമായ ഒരു കൂലി കൊടുക്കും. അപ്പോൾ അവർക്ക് ഈ സുദീർഘകാലം ജയിൽവാസം അനുഭവിക്കുന്നവർക്ക് തിരിച്ചു വരുമ്പോൾ എന്തായാലും സോഷ്യൽ ആക്സെപ്റ്റൻസ് ഉണ്ടാവില്ല. അവരിവിടെ വന്നാൽ തന്നെ ഐസൊലേറ്റ്സ് ആവാനാണ്, ഐസൊലേറ്റഡ് ലൈഫാണ് അവർ ലീഡ് ചെയ്യേണ്ടതായിട്ട് വരിക. കാരണം ആരും ഈ സമൂഹം അവരെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. അത്രയ്ക്ക് അങ്ങോട്ട് ഔന്നിത്യമുള്ള മനസ്സൊന്നും നമ്മുടെ ആൾക്കാർക്കില്ല. അവരെപ്പോഴും ഒരു മുൻവിധിയോടെ തന്നെയാണ് കാണുക. അപ്പോൾ അവർ ആ കാലഘട്ടത്തിൽ അവർ പണിയെടുക്കുമ്പോൾ ആ കാശ് സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് സൂക്ഷിച്ചു വെച്ച് തിരിച്ച് വന്ന് അവർക്ക് എന്തെങ്കിലും തുടങ്ങാം, ഒരു സംരംഭം തുടങ്ങാം. ആരെയും ഡിപ്പെൻഡ് ചെയ്യാണ്ട് സംരംഭം തുടങ്ങാൻ അവർക്കത് ഉപകരിക്കും. കാരണം ഇവരെ ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം ഇവരെ വല്ലാതെ ഗ്രസിക്കും. തിരിച്ചു വരുമ്പോൾ ഇവരെവിടെ പോയാലും അൺവാണ്ടഡ് തന്നെ ആയിരിക്കും ചെയ്യും. വീണ്ടും ക്രൈം തന്നെയാണ് അവർക്ക് നടത്തേണ്ടതായിട്ടൊരു രീതി വരും. അപ്പോൾ ഒരവസ്ഥ അവർക്ക് വന്നു ചേരും. അത് ഒഴിവാക്കാനായിട്ട് അവർ പണിയെടുക്കുന്ന കാശ് അവർക്ക് സേവ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ അത് അവർക്ക് എന്തെങ്കിലും ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യാൻ അത് ഉപയോഗിക്കാം. മാത്രവുമല്ല, ചിലപ്പോൾ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ആയിരിക്കും പലരും കുറ്റക്കാരാവുന്നത്. അതുകൊണ്ട് വീട്ടിലെ ഗൃഹനാഥന്മാരായിരിക്കാം അല്ലെങ്കിൽ ഏണിംഗ് മെമ്പർ ആയിരിക്കാം ആ കുറ്റം ചെയ്തത്. അപ്പോൾ അവർക്ക് മാന്യമായ കൂലി കൊടുക്കുകയാണെങ്കിൽ ആ കാശ് എടുത്തിട്ട് അവരുടെ മക്കൾ കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുഞ്ഞുമക്കളൊക്കെ ആയിരിക്കും അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ അത് ഒരുപാട് ഉപകാരം ചെയ്യും. അവരുടെ അമ്മയ്ക്കും അച്ഛനും മരുന്നിനുള്ള കാശാവും ആ കാശൊക്കെ കിട്ടുകയാണെങ്കിൽ. അതൊക്കെ ഒരു ശരിയായ ദിശയിലാണ് അത്തരം കാര്യങ്ങളുടെ ഇംപ്ലിമെൻറ്റേഷൻ എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. മാത്രമല്ല, നമ്മൾ ശിക്ഷിക്കുക മാത്രമല്ല പുനരധിവസിപ്പിക്കുകയും കൂടിയാണല്ലോ നമ്മുടെ കേരളത്തിലെ ഈ ജയിലുകളിൽ നടത്തുന്നത്. കേവലം ശിക്ഷിച്ച് അവൻ ആ ശിക്ഷ അനുഭവിച്ച് അവിടെ കിടക്കട്ടെ എന്നും മാത്രമല്ല, അതിനെ പുനരധിവസിക്കുകയും തെറ്റുകളെക്കുറിച്ച് ഒരു ട്രാൻസ്ഫോർമേഷൻ മനസ്സിലാക്കി, തെറ്റുകളുടെ ഗൗരവം മനസ്സിലാക്കി പശ്ചാത്തപിക്കാനും ഒരു ട്രാൻസ്ഫോർമേഷനും വഴിയൊരുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അവിടെ ഉള്ളത്. കൗൺസിലിംഗ് ഉണ്ട്, എല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ അവർക്ക് ചെയ്തു പോയൊരു തെറ്റ് പറ്റിപ്പോയി ആ തെറ്റ് തിരിച്ചറിയുകയും അതിനെ നല്ല വഴിയിലൂടെ വീണ്ടും സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലൂടെയാണെങ്കിൽ അത് വളരെ നല്ലതാണ്. പൈസ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അവിടെ വെറുതെ പണിയെടുക്കുമ്പോൾ അവർക്കും അന്തസ്സുണ്ടല്ലോ. തടവുകാരാണെങ്കിൽ ക്രിമിനലിനും അന്തസ്സുണ്ട്. അവർക്ക് അവരുടെ മാന്യമായ തൊഴിൽ കിട്ടുന്നു, ആ കാശ് സ്വരൂപിച്ചുണ്ടാക്കുകയാണെങ്കിൽ പിന്നെ അവർക്കൊരു കോൺഫിഡൻസ് വരുന്നു, ആത്മവിശ്വാസം വരുമ്പോൾ അവർ കുറ്റകൃത്യങ്ങൾ കുറയും. ഈ മിക്കവാറും കുറ്റകൃത്യങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവുന്നത്? ദാരിദ്ര്യത്തിൽ നിന്ന് തന്നെയാണ്. പോവർട്ടി ഈസ് ദ മദർ ഓഫ് ഓൾ ക്രൈംസ് എന്നാണ് എനിക്ക് മനസ്സിലായിട്ടത്. ദാരിദ്ര്യം ഒരു മനുഷ്യനിലെ വിഭ്രാന്തി ഉണ്ടാക്കും. ആ മനുഷ്യൻ്റെ വിഭ്രാന്തമായ മനസ്സ് പല ക്രൈംസും അവനെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെയും ആണ് കൂടുതൽ ക്രൈംസ് ഉണ്ടാവുന്നത്. അപ്പോൾ അവർ പണിയെടുക്കുന്നു, വേല ചെയ്യുന്നു, വേലയ്ക്കനുസൃതമായ കാശ് കിട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ സ്വാഭാവികമായും അവരുടെ അന്തസ്സ് ഉയരും, അവർക്ക് സന്തോഷമുണ്ടാവും, യൂസ്ഫുൾ താനും സമൂഹത്തിന്
ഉപയോഗപ്രദമായ ഒരു വ്യക്തിയാണ് എന്നൊരു ധാരണ അവനിലുണ്ടാവുകയും തനിക്കും സാമ്പത്തികമായി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാവുകയും ചിലപ്പോൾ ജയിലിന് പുറത്തേക്ക്, അതായത് ക്രൈമിന് മുന്നേ അദ്ദേഹം സമൂഹത്തിനൊരു ഭാരമായിരിക്കാം, ലഹരി കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഭ്രാന്തിയുടെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടായ ഒരു തെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഈ സമൂഹത്തിനും കുടുംബത്തിനും ഭാരമായി എല്ലാവരുടെയും പുച്ഛവും പരിഹാസവും ഇതിനും അർഹനായി ജീവിക്കുന്ന ഒരു സാഹചര്യം ആ കക്ഷിക്ക് ഉണ്ടായിരിക്കാം. ആ സമയത്ത് ഒരു സെൽഫ് റെസ്പെക്റ്റും ഉണ്ടാവില്ല. പക്ഷെ ജയിലിൽ കിടക്കുമ്പോൾ ഒരു കാശ് കിട്ടുന്നു, തൻ്റെ കാശ് കൊണ്ട് കുടുംബം പുലരുന്നു എന്നുള്ളൊരു വിചാരം ആ മനുഷ്യനെ, ആ വ്യക്തിയെ കുറച്ചുകൂടി, ആ വ്യക്തിയുടെ അന്തസ്സ് കുറച്ചുകൂടി ഉയർത്തുകയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് ജയിൽ പുള്ളികളുടെ അല്ലെങ്കിൽ തടവ് പുള്ളികളുടെ ശമ്പളം അല്ലെങ്കിൽ കൂലി വർദ്ധിപ്പിച്ചതിൽ ഞാൻ ഒരു തെറ്റും കാണുന്നില്ല. കാരണം സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ തന്നെ ജയിൽ പുള്ളികൾക്ക് അവരുടെ കോൺസെപ്റ്റ് തന്നെ, ജയിലിൻ്റെ കോൺസെപ്റ്റ് തന്നെ അവർ ഓപ്പൺ പ്രിസണൊക്കെയാണ്. കാരണം ഒരു മുഖ്യധാര മെയിൻ സ്ട്രീമിൽ നിന്ന് അവരെ പാടെ കട്ട് ഓഫ് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഇതിൽ അവർക്ക് അവരെ അത്തരം ഒരു ജീവിതം മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരുമായിട്ടുള്ളൊരു ഒരു സമ്പർക്കം പൂർണ്ണമായി വിച്ഛേദിക്കപ്പെടാം എന്നുള്ള രീതിയിൽ ഓപ്പൺ പ്രിസണൊക്കെ അവർ അവിടെ പരീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ ഫലപ്രദമായിട്ടുണ്ട്. അവിടെ ക്രിമിനൽസ് വളരെ കുറവാണ് താനും, ക്രൈംസ് വളരെ കുറവാണ് താനും. അപ്പോൾ ആ ജയിൽ അവർക്ക് നല്ല സാമാന്യം ഡീസൻ്റ് ആയിട്ടുള്ള വേജാണ് അവിടെയൊക്കെ കൊടുക്കുന്നതും. അതുകൊണ്ട് തന്നെ അവരുടെ അന്തസ്സും ആത്മവിശ്വാസവും ശിക്ഷാ കാലാവധി കഴിയുമ്പോഴേക്കും ഉയരുകയും അവരെ സെൽഫ് എസ്റ്റീം വർദ്ധിച്ച് വരുന്നതായിട്ടും അവിടെ കാണുന്നുണ്ട്. അവിടെ ശിക്ഷയ്ക്കൊപ്പം തന്നെ പുനരധിവാസവും അതേസമയം ചാനലൈസേഷൻ ഓഫ് നെഗറ്റീവ് എനർജിയും കൃത്യമായി നടക്കുന്നുണ്ട്. ഒരിക്കൽ ക്രിമിനലായാൽ ഫോറെവർ ക്രിമിനൽ ആവുന്ന ഒരു രീതിയൊന്നും അത്തരം കൺട്രീസിലില്ല എന്നും പറയുന്നു. ഹാപ്പി കൺട്രീസിൽ ഒന്നാണല്ലോ അതൊക്കെ. അപ്പോൾ അത്തരം ഒരു രീതി ഇവിടെ സതുദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ കൈയടിച്ച് പാസ്സാക്കുകയും നമുക്ക് പാസ്സാക്കാം, കൈയടിച്ച് പാസ്സാക്കാം. നമുക്ക് അതിന് എപ്രിസിയേഷൻ അർഹിക്കുന്നുമുണ്ട്. പക്ഷേ ഭരണകക്ഷിയിലെ ചില ആൾക്കാരുടെ അവിടെ കിടക്കുന്നുണ്ട്. അവർക്ക് പാർട്ടിയാണ് കാശ്, അവരുടെ കുടുംബത്തിന് പാർട്ടി കൊലപാതകങ്ങളൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാർ അവിടെ കിടക്കുന്നുണ്ട്. അവരുടെ കുടുംബത്തിന് പാർട്ടിയാണ് കാശ് ഇപ്പോൾ പിരിച്ചു കൊടുക്കുന്നത്, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അതും ലാക്കാക്കിക്കൊണ്ട് ആണ് ഇങ്ങനൊരു നിയമം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായ കാര്യമാണ്. അതിന് കൃത്യമായി വളരെ ശാസ്ത്രീയമായിട്ടുള്ളൊരു മറുപടി ഒന്നല്ല രാഷ്ട്രീയ നേതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്. ഇപ്പം ശ്രീ ഇ പി ജയരാജൻ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടോ. അദ്ദേഹത്തോട് ചോദിച്ചു, തടവുപുള്ളികളുടെ കൂലി വർധനവിനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ഒട്ടും ശാസ്ത്രീയമായിട്ടുള്ളൊരു രീതിയിലുള്ള മറുപടിയല്ല. അവർ പാവങ്ങളല്ലേ, അവർക്ക് പൈസ കൂട്ടിക്കൊടുക്കുന്നതിന് എന്താ ആൾക്കാർക്ക് ഇത്ര അസഹിഷ്ണുത എന്ന രീതിയിലാണ് ഒരു രാഷ്ട്രീയക്കാരൻ കൃത്യമായ ഒരു പഠനമൊന്നും നടത്താതെ വായ തോന്നിയത് കൊതയ്ക്ക് പാട്ട് എന്ന രീതിയിൽ പറയുന്നത്. അങ്ങനെയല്ല, തടവ് പുള്ളികളേക്കാൾ പാവങ്ങളായിട്ടുള്ളൊരു ചോട്ടിൽ നമ്മുടെ പുറത്തുണ്ട്. അവർക്ക് അർഹിക്കുന്നില്ലേ കൂലി വർധന? അത് എന്തുകൊണ്ടാണ് ഇദ്ദേഹം മനസ്സിലാക്കാത്തത്? ഇങ്ങനെ പറയുമ്പോൾ പുള്ളികൾ പാവങ്ങളായതുകൊണ്ടല്ല, വളരെ ഒരു ഇഗാലിറ്ററിയൻ സമൂഹത്തിന് യോജിച്ച രീതിയിലാണ് കാര്യങ്ങൾ നടത്തുന്നത് എന്ന ആകേണ്ടിയിരുന്നു അദ്ദേഹം പറയേണ്ടത്. അപ്പോൾ പുള്ളികളുടെ കൂലി വർധനവ് നഖശിഖാന്തം എതിർക്കുന്നത് മാനസിക വികാസമില്ലാത്തവരാണെന്നേ ഞാൻ പറയുള്ളൂ.
അവരുടെ ഉയർത്തുന്നതോടൊപ്പം തന്നെ അതിൻ്റെ ഡബിളാക്കണം പുറമെയുള്ള ഏതൊരു അസംഘടിത മേഖലയിലുള്ള ജോലിക്കാരൻ്റെയും അല്ലെങ്കിൽ ജോലിക്കാരിയുടെയും അല്ലെങ്കിൽ കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവരുടെയും ആശാ വർക്കർമാരുടെയും എല്ലാം തന്നെ എല്ലാവർക്കും തൊഴിൽ നീതി ഉറപ്പുവരുത്തണം. മിനിമം മാന്യമായ വേജ് കൂലി ഉറപ്പുവരുത്തേണ്ടതൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് അനുവദിച്ചിട്ടുള്ള കൂലിയിൽ നിന്നും കുറച്ചും കൂടി അന്തസ്സായ കൂലി കൊടുക്കാൻ തീരുമാനിക്കേണ്ടതാണ്. അതാണ് എല്ലാവരും പറയേണ്ടത്. അവർക്ക് കൊടുക്കാൻ പാടില്ല, ഇവിടെ ഉള്ളവർക്കൊന്നും കൊടുക്കാതെ എന്തിനാ അവർക്ക് കൊടുക്കുന്നു എന്നുള്ള അല്ല ചോദിക്കേണ്ടത്. ഇവിടെ ഉള്ളവർക്ക് ഡീസൻറ്റ് സാലറി, ഡീസൻറ്റ് വേജ് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ അവരുടെ മനുഷ്യാവകാശങ്ങളും ലംഘിക്കപ്പെടരുതെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ചിലരൊക്കെ ഭയങ്കര ചൂഷണം ചെയ്യപ്പെടുന്ന സ്ത്രീകളൊക്കെ ചിലപ്പോൾ അവരൊന്നും ചെയ്യാത്ത തെറ്റിനായിരിക്കാം തെളിവിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ ശിക്ഷിക്കപ്പെടുന്നവരുണ്ടാവാം. ചിലർ ഒരു നിവൃത്തിയില്ലാതെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം കൊണ്ട് ചിലപ്പോൾ ചിലരെ കൊല്ലേണ്ടി വരികയാണ്. പ്രിവെൻറ്റീവ് മർഡർ ആയിരിക്കാം. അത്ര ആൾക്കാരൊക്കെ അവിടെ പോയിട്ട് കുടുംബം നോക്കേണ്ട ആൾക്കാരൊക്കെയാണ് അവിടെ കിടക്കുന്നത്. അവർക്ക് പണിയെടുത്ത് ഡീസൻറ്റ് വേജ് കിട്ടുകയാണെങ്കിൽ അവരെ കുട്ടികൾക്ക് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ അവരെ കുടുംബം സംരക്ഷിക്കാമല്ലോ, അവരെ മാതാപിതാക്കൾക്ക് മരുന്ന് വാങ്ങാനുള്ള കാശ് അയച്ചു കൊടുക്കാമല്ലോ. അപ്പോൾ അതും വേണ്ടതാണ്, ഇതും വേണ്ടതാണ്. നമ്മുടെ നികുതിക്കരം റൈറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് ദ ടാക്സ് എമൗണ്ട് ഉണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടത് ഓരോരുത്തരുടെയും കടമയാണ്. അത് ഒരു ധാരണയില്ലാതെ പൊട്ടത്തരം പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരെ നമുക്കിനി വേണ്ട എന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നന്ദി, നമസ്കാരം.